നീലപ്പെങ്കാതി, കയ്യെണ്ണിയാതി, ചെമ്പരത്തിയാതി, ദുർദുരപത്രാതി അങ്ങനെ ഇഷ്ടംപോലെ ഹെയർ ഓയിലുകൾ ആയുർവേദ സംഹിതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒന്നല്ല. നമ്മൾ തലയിൽ തേക്കുന്ന എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ഹെയർ ഓയിലുകൾ നമ്മുടെ മെറ്റബോളിസത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്ക് ഉറക്കം വരാനും ഉറക്കം ഇല്ലാതാക്കാനും ചില ഹെയർ ഓയിലുകൾ കൊണ്ട് പറ്റും. ഹെയർ ഓയിലുകളെ ആയുർവേദത്തിൽ മൂർധതൈലം എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അത് തലയിൽ അഭ്യംഗം ചെയ്യാൻ ഉപയോഗിക്കുന്ന ശിരോ അഭ്യംഗം മുതൽ കുറെ നേരം തലയിൽ എണ്ണ വെക്കുന്ന ട്രീറ്റ്മെന്റ് ആയ ശിരോവസ്തി വരെയുള്ള കാര്യങ്ങൾ പെടും. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ ആയുർവേദത്തിൽ പ്രയോഗിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന എണ്ണയ്ക്ക് നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണുന്ന കറ്റാർ വാഴ തൊട്ട് കയ്യെണ്ണി, നീലയാമരി ഇങ്ങനെയുള്ള വിവിധ തരം ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് പറ്റിയതാണോ എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഇല്ലെങ്കിൽ നീരിറക്കം പോലെയുള്ള കാര്യങ്ങൾ, നട്ടലിന്റെ ഡീജനറേഷൻ പോലും ഈ പറയുന്ന എണ്ണകൾ കാരണമാകാറുണ്ട്. ദീർഘകാലമായിട്ട് തണുപ്പുള്ള എണ്ണകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നീർക്കെട്ട്, സൈനസൈറ്റിസ്, അലർജി, ഈവൻ നടുവേദന വരെ അത് കൂട്ടാൻ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ പല്ലിന് കേട് വന്നിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. കണ്ണിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് കാച്ചുന്ന എണ്ണ അത് സേഫ് ആയിരിക്കണം എന്നില്ല. ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ ഫോൾ കുറയ്ക്കാനും ഒക്കെ ഹെയർ ഓയിലിന് കഴിവുണ്ട്. സ്കാൽപ്പിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും സ്കാൽപ്പിലെ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും ഒക്കെ പറ്റിയ ഹെയർ ഓയിലുകളൊക്കെ ഉണ്ട്. അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസും ഉണ്ട്. എന്നാൽ ഈ ഇൻഗ്രീഡിയൻസ് കറക്റ്റായ അളവിൽ ചേർക്കണം. ഈ തണുപ്പ് കൂടുതലുള്ള ഇൻഗ്രീഡിയൻസിന് നീരിറക്കം ഇല്ലാതാക്കാൻ വേണ്ടി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചില ഇൻഗ്രീഡിയൻസ് ചേർക്കാനും ഉണ്ട്. ഇങ്ങനെ കൃത്യമായ തരത്തിൽ ഒരു ഫോർമുലേഷൻ ആവുമ്പോൾ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അതിലും തൈറോയിഡ് പോലുള്ള മെറ്റബോളിക് ഡിസീസുകൾ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, വാൽ അബ്സോർപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ഹെയർ ഓയിൽ കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിവിധതരം ഹെയർ ഓയിലുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഭവം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ.